വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ലഗേജ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് UK വിസിറ്റിംഗ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. സോ റീസെന്റ് ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റാൻഡം ടോപ്പിക്സ് ഇട്ടിട്ട് ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ടത് ചോദിച്ചപ്പോൾ കുറെ പേര് വോട്ട് ചെയ്തത് UK വിസിറ്റിംഗ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചിട്ടാണ്. സോ അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. UK ടൂറിസ്റ്റ് വിസ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 ഇയേഴ്സിൽ നമ്മൾ 2 തവണ ഈ പ്രോസസ്സ് സ്വയം കംപ്ലീറ്റ് ചെയ്തതാണ്. ഒരെണ്ണം എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. സോ അപ്പൊ ഞങ്ങൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് വേണ്ട കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതിലോട്ടൊക്കെ കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ആൾസോ ഈ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് യൂറോപ്യൻ വിസ അതായത് ഷെങ്കൻ വിസ ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതേപോലത്തെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ചെയ്യാം. ആൻഡ് ഈ ഇപ്പോൾ ഉള്ള UK വിസയിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഏത് വിസയാണ് നമുക്ക് ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ UKയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്? പലതരത്തിലുള്ള ടൂറിസ്റ്റ് വിസകളാണ്, അതായത് പല വാലിഡിറ്റി ഉള്ളത്. അപ്പൊ ജനറലി നമ്മൾ ഒരു ടൂറിസ്റ്റ് ആയിട്ട് UKക്ക് വരികയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് 6 മന്ത്സിന്റെ വാലിഡിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് വിസിറ്റ് വിസയാണ്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് വിസിറ്റ് വിസ തന്നെ 2 ഇയറിന്റെ ഉണ്ട്, 5 ഇയറിന്റെ ഉണ്ട്, 10 ഇയറിന്റെ ആണ്. ഇപ്പൊ ജനറലി നമ്മൾ വരുമ്പോൾ എടുക്കുന്നത് 6 മന്ത്സിന്റെയാണ്. സോ 6 മന്ത്സിന്റെ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിന് വേണ്ട കുറച്ച് മാൻഡറ്ററി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആൻഡ് സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ മാൻഡറ്ററി ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. മാൻഡറ്ററി ഡോക്യുമെന്റ്സിൽ ഓഫ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് വരുന്നത് പാസ്പോർട്ട് ആണ്, ഒരു വാലിഡ് പാസ്പോർട്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ടിന് 6 മന്ത്സ് വാലിഡിറ്റി ഓർ എബവ് വേണം. 1 ഇയർ കീപ്പ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. രണ്ടാമത്തെ വരുന്നത് വിസ ആപ്ലിക്കേഷൻ ഫോം ആണ്. വിസ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ഞങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് വിസ ആപ്ലിക്കേഷൻ ഫോം ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ വേണ്ടത് 2 ഫോട്ടോഗ്രാഫ് ആണ്. UKയുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ കണ്ടീഷൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് നമ്മൾ എടുക്കണം. അത് എല്ലാ സ്റ്റുഡിയോയിലും നമ്മുടെ നാട്ടിൽ ഇപ്പൊ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം അത് അവരെങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഇയേഴ്സ് ഒട്ടും ക്ലോസ്ഡ് ആണ്, ഇയേഴ്സ് വിസിബിൾ ആയിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് UK ഇങ്ങനെ ഫോട്ടോസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ പോയി ആയിട്ടുള്ള ഒരു സ്റ്റുഡിയോ നല്ലത്. പിന്നെ നമ്മൾ വെക്കേണ്ടതാണ് പ്രൂഫ് ഓഫ് ഇൻകം. പ്രൂഫ് ഓഫ് ഇൻകം അത് കുറച്ച് ഡീറ്റെയിൽഡ് ആണ്, നമ്മൾ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം, നെക്സ്റ്റ് സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് മാൻഡേറ്ററി ഡോക്യുമെന്റ്സ്. സോ നെക്സ്റ്റ് ആയിട്ടുള്ള നമുക്ക് കുറച്ച് സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സും വേണം. അപ്പൊ അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഓപ്ഷണൽ ഡോക്യുമെന്റ്സ്. നമ്മൾ ഓപ്ഷണൽ ഡോക്യുമെന്റ്സ് എന്ന് പറയെങ്കിലും വിച്ച് ആർ വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ സാധാരണ മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച് അപ്ലൈ ചെയ്താൽ റിജക്ഷൻസ് വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഈ റിജക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് ഈ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സ്. അതിൽ വരുന്നതാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, പ്രൂഫ് ഓഫ് സേവിംഗ്, ഫ്ലൈറ്റ് ഐറ്റിനറി, ഹോട്ടൽ ബുക്കിംഗ്, ട്രാവൽ ഇൻഷുറൻസ്, പ്രൂഫ് ഓഫ് അഡ്രസ് ആൻഡ് പ്രൂഫ് ഓഫ് ഓക്യുപ്പേഷൻ. ഓക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ 2 രീതിയിൽ നമ്മൾ നോക്കും. ചിലപ്പോൾ ചിലവരുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഓൾറെഡി UKയിലുള്ളവരുണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു പ്ലസ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ ഈ UKയിലുള്ള അവരുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഇവർക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെന്താന്നുള്ളത് പറയാം. അതെ, അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ ലെറ്റർ, അതായത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ താമസിക്കുന്നു, അപ്പൊ എനിക്ക് എന്റെ ഫ്രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അവരെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെന്നും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുമെന്നും അവർക്ക് ഫൈനാൻഷ്യൽ നീഡോ അല്ലെങ്കിൽ താമസ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ ഇവിടെ UKയിൽ റിസീവ് ചെയ്യുന്ന ആൾ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കുകയാണ്. അപ്പൊ ആ ലെറ്റർ അവര് ഹെൽപ്പ് ചെയ്യും. ആ ലെറ്റർ ഈ അപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ കീപ്പ് ചെയ്താൽ അത് ഭയങ്കര ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് വിസ കിട്ടാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഇൻ കേസ് ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ആരും UKയിൽ ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഒറ്റയ്ക്ക് ജസ്റ്റ് ലണ്ടനിലൊക്കെ ട്രിപ്പ് വരുന്ന പോലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വരികയാണെങ്കിലും നമ്മൾ ഇവര് നോക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോന്നാണ്, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ വന്നാൽ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് നമ്മുടെ ബാങ്കിലുള്ള ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലുള്ള FDയുടെ റെസിപ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വിസ റിജക്ഷൻസ് വരാൻ ചാൻസസ് ഈസ് വെരി ഹൈ. ഓക്കെ, ആൻഡ് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു കവർ ലെറ്ററും വെക്കാം. കവർ ലെറ്റർ എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ട്രാവലർ ആണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്, ഫുഡ് കൾച്ചർ ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു കവർ ലെറ്റർ പോലെ വെക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ കവർ ലെറ്റർ കണ്ട് അവര് നിങ്ങൾക്ക് വായിച്ചു നോക്കും, അതല്ലാതെ ജസ്റ്റ് അവർ ഇംപ്രസ്ഡ് ആവും. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടില് കുറെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളും ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമാണ്, ഓരോ കൾച്ചർ ഞങ്ങൾ പഠിക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്, അപ്പൊ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കവർ ലെറ്റർ വെക്കുമ്പോൾ ഉറപ്പായിട്ട് അവർ ഇംപ്രസ് ആവും. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഓപ്ഷണൽ ഡോക്യുമെന്റ്സിൽ വരുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ,
അതിന്റെ കൂടെ ഒരു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 6 months ഈ വിസിറ്റിംഗ് വിസ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്യൂബർകുലോസിസ് ടെസ്റ്റ് എടുക്കേണ്ട കാര്യമില്ല. കുറെ പേര് നാട്ടിൽ നിന്ന് സ്റ്റുഡന്റ് ആയിട്ടും വർക്ക് വിസയിലുമാണ് വരുന്നത്. അപ്പൊ അവര് ലോങ് പീരീഡ് ഓഫ് ടൈം ഇവിടെ UK നിൽക്കുന്നവരായിരിക്കും. സോ അവർക്ക് മാത്രമാണ് TB ടെസ്റ്റ് എടുക്കേണ്ട കാര്യം. ഇത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. അങ്ങനെ ടൂറിസ്റ്റ് വിസ ആയിട്ട് വരുമ്പോഴും അത് എടുക്കണോ എന്നുള്ളത്. സോ അത് വേണ്ട, അത് ഇവിടെ ക്ലാരിഫിക്കേഷന് വേണ്ടി പറഞ്ഞതാണ്. 6 months ലെസ് ആണ് നിങ്ങൾ വരുന്നെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് ആവശ്യമില്ല, TB ടെസ്റ്റ് ആവശ്യമില്ല. സോ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വിസ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് UK വിസിറ്റർ വിസ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് വരും, വിസിറ്റ് UK ആസ് എ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ പേജ് ആയിട്ടുള്ള അപ്ലൈ ഫോർ എ സ്റ്റാൻഡേർഡ് വിസ. ഇതിൽ ഏതെങ്കിലും ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ UKയുടെ മെയിൻ പേജ് വരും, സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയുടെ. അതിൽ അപ്ലൈ ഫോർ സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓൾറെഡി നമ്മൾ നാവിഗേറ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാണുന്നത് വിസ ഫീസും സ്ട്രക്ചേഴ്സൊക്കെയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 6 months വാലിഡിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയ്ക്ക് വരുന്നത് £115 ആണ്. ഒരു പൗണ്ട് ഇപ്പോൾ ഏകദേശം 108 രൂപയാണ് ഇന്നത്തെ വില. അപ്പോൾ ഏകദേശം നിങ്ങൾക്കൊരു 12,500 ഒക്കെയാണ് ഈ 6 months വാലിഡിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് വിസിറ്റർ വിസയ്ക്ക് വരിക. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും 10 ഇയറിൻ്റെയും ഒക്കെ വിസയുടെ ഇവിടെ വിലയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യലാണ്. അതിന് താഴെയുള്ള ഗ്രീൻ കളറിലുള്ള അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ അമർത്തുക. എന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഇവിടെ മലയാളം ഓപ്ഷൻ ഇല്ല, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എത്തുന്നത് സെലക്ട് കൺട്രി ടു പ്രൊവൈഡ് യുവർ ബയോമെട്രിക്സ് എന്നുള്ള ഒരു പേജിലാണ്. ബയോമെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റും റെറ്റിന സ്കാനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ദിവസം വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഉള്ള വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ ഏത് രാജ്യത്താണെന്നെങ്കിൽ ആ രാജ്യമാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ കൊച്ചിയൊക്കെയാണ് വരിക, അപ്പോൾ ഇവിടെ ഇന്ത്യ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇന്ത്യ പുറത്താണ് നിങ്ങളിപ്പോൾ കറൻ്റ് എങ്കിൽ അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ത്യ എന്ന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ നമുക്ക് കറൻ്റ് വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ എവിടെയാണെന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സെൻറ്റർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫൈൻഡ് എ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ലിസ്റ്റ് വരും. ഓരോ രാജ്യത്തിനെയും ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ വരുന്നത് A വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഐയിലേക്ക് പോവുക. ഇന്ത്യയിലാണെങ്കിൽ നിങ്ങളിപ്പോൾ ഐയിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ കിട്ടി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ത്യയിലുള്ള നിലവിലുള്ള സെൻറ്റർ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ വരും. അതിൻ്റെ ഓപ്പണിംഗ് ടൈം, ക്ലോസിംഗ് ടൈം, ഏതൊക്കെ ദിവസത്തിലാണുള്ളത് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമ്മുടെ ഇന്ത്യയിൽ വിസ ആപ്ലിക്കേഷൻ UKയുടെ വിസ പ്രോസസ്സിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന തേർഡ് പാർട്ടിയാണ് VFS ഗ്ലോബൽ. അപ്പോൾ അവരുടെ സെൻറ്റേഴ്സാണുള്ളത്. ഫോർ എക്സാമ്പിൾ നമുക്ക് കൊച്ചിയിലുണ്ട് കേരളത്തിൽ, പിന്നെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിയിലാണ് ഇപ്പോൾ പോകുന്നതെങ്കിൽ കൊച്ചി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചിയിലുള്ള വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കും. അവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഓപ്പണിംഗ് അവേഴ്സ് ഉണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു നമുക്ക് എവിടെയാണ് പോകാൻ പറ്റുക. സേ ഫോർ എക്സാമ്പിൾ എനിക്ക് പോകാൻ പറ്റുന്നത് കൊച്ചിയിലാണെങ്കിൽ ഞാൻ തിരിച്ച് പഴയ ലിങ്കിൽ വന്നിട്ട് ഐ ഹാവ് ഐഡൻറ്റിഫൈഡ് ദ ലൊക്കേഷൻ വെർ ഐ വിൽ പ്രൊവൈഡ് മൈ ബയോമെട്രിക്സ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഇനി നിങ്ങൾ എത്തുന്നത് അപ്ലൈ ഫോർ UK വിസിറ്റ് വിസ എന്നുള്ള മെയിൻ പേജിലാണ്. അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോകാൻ പറ്റിയ കാര്യങ്ങളൊക്കെ. ഇനി ഇതൊക്കെ വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ട്യൂബർകുലോസിസ് ടെസ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എ ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ എത്തുന്ന രജിസ്റ്റർ ആൻ ഇമെയിൽ എന്ന് പറയുന്ന ഒരു പേജിലാണ്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ID ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ താഴെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ പാസ്വേഡ് നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് വീണ്ടും ഈ ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ചെയ്യാനും അതേപോലെ തന്നെ ബിഫോർ സബ്മിഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പാസ്വേഡ് ഓർത്ത് വയ്ക്കണം. ഇത് രണ്ടും കൊടുത്തതിന് ശേഷം നിങ്ങൾ വെരിഫിക്കേഷൻ കാര്യം, അതായത് ഇവർ പറയുന്നുണ്ടോ യുവർ പാസ്വേഡ് മസ്റ്റ് ബി ഇൻക്ലൂഡ് 3 ഓഫ് ദ ഫോളോയിങ് അപ്പർ കേസും ലോവർ കേസും ഒക്കെ വേണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാസ്വേഡാണ് നിങ്ങൾ കൊടുക്കാൻ. എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൂ ഡസ് ദിസ് ഇമെയിൽ അഡ്രസ് ബിലോങ്സ് ടു എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ യു തന്നെ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അഡീഷണൽ ഇമെയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. ഫോൺ നമ്പർ കൊടുക്കാനുള്ളൊരു പേജിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന നമ്പർ ആണെങ്കിലും ആ നമ്പർ ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ വേർ ഡു യു യൂസ് ദിസ് ടെലിഫോൺ നമ്പർ എന്നുള്ളതിന് ഫോർ യൂസ് വൈൽ ഇൻ ദ UK, ഫോർ യൂസ് വൈൽ ഔട്ട് ഓഫ് ദ UK. അപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ UK വരുമ്പോഴും ആ നമ്പർ തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, റോമിംഗ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇതും ക്ലിക്ക് ചെയ്യാം.
എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കാം. അങ്ങനെ ഇനി അതർ ടെലിഫോൺ നമ്പേഴ്സ് എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ നെക്സ്റ്റ് പേജിൽ അതിനുള്ള ചോദ്യം വരുന്നുണ്ട്, ഡു യു ഹാവ് എനി അതർ ടെലിഫോൺ നമ്പർ എന്നുള്ളത്. അത് നോ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യുക. കോൺടാക്റ്റിംഗ് യു ബൈ ടെലിഫോൺ, ഐ ക്യാൻ ബി കോൺടാക്റ്റഡ് ബൈ ടെലിഫോൺ, ടെക്സ്റ്റ് ഓർ കോൾസ് ഓർ മെസ്സേജസ് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വിസയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും റെസ്പോൺസസ് വരുന്നുണ്ടെങ്കിൽ അതെല്ലാം ഓക്കെയാണ്, നമ്മളതിന് ഓക്കെയാണ്, നമുക്ക് നമ്മളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊടുക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. ഇനി ഇവിടെ നിങ്ങളുടെ നെയിം കൊടുക്കാനുണ്ട്, ഗിവൺ നെയിം ആൻഡ് ഫാമിലി നെയിം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ പേരാണെങ്കിൽ ശരത് കുമാർ എന്നാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ശരത് സ്പേസ് കുമാർ, പിന്നെ ലാസ്റ്റ് നെയിം ഇപ്പോൾ നിങ്ങളുടെ എക്സ്റ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് വെച്ചാൽ അതുപോലെ തന്നെ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ നോർമൽ പേര് എന്ന് പറയുന്നത് ശരത് കുമാർ കെ ആണ്, പക്ഷേ കിഴക്കേതിൽ ഇപ്പോൾ ഫുൾ നെയിം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പാസ്പോർട്ടിൽ എങ്ങനെയാണോ നിങ്ങളുടെ നെയിമെങ്കിൽ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ശേഷം ഇനി അതർ നെയിംസ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പാസ്പോർട്ടിലുള്ള നെയിം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ സെക്സും റിലേഷൻഷിപ്പും സ്റ്റാറ്റസും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാസ്പോർട്ടിൽ എങ്ങനെയാണെന്ന് വിളിച്ചാൽ അതേപോലെ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക. ഇത് തന്നെയാണ് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അഡ്രസ്സ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇത് കറസ്പോണ്ടൻസ് അഡ്രസ്സ് ഇത് തന്നെയാണോ എന്ന്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ കറസ്പോണ്ടൻറ്റ് അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എബൌട്ട് ദിസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. ഹൗ ലോങ് യു ഹാവ് ബീൻ ലിവ്ഡ് ഇൻ ദിസ് അഡ്രസ്. അപ്പോൾ ഒരു വാല്യൂ ഇവിടെ കൊടുക്കണം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത്, കുറേ വർഷമായിട്ട് പെർമനൻറ്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ഒരു 10 years എന്നൊക്കെ കൊടുക്കാം. ലെസ് ദാൻ 3 years ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ചിലപ്പോൾ വേറെ അഡ്രസ്സ് കൊടുക്കേണ്ടിയിരിക്കും. ഇപ്പോൾ പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ ഒരു 10 years അല്ലെങ്കിൽ ഒരു 15 years ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. വാട്ട് ഈസ് യുവർ ഓണർഷിപ്പ് ഓഫ് ദിസ് ഹോം. അപ്പോൾ നിങ്ങൾ ഓൺ ചെയ്യുന്ന ഒരു ഹൗസ് ആണെങ്കിൽ ഐ ഓൺ ഇറ്റ് എന്നും, അല്ല അതർ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഐ ആം ലിവിങ് വിത്ത് മൈ പാരൻസ്, അല്ലെങ്കിൽ ഐ ആം ലിവിങ് വിത്ത് മൈ പാർട്ട്ണർ, അങ്ങനെ എന്തെങ്കിലും ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ ഐ ആം ഓൺ ഇറ്റ് എന്നാണ് കൊടുക്കുന്നത്. കണ്ടിന്യൂ അടിക്കാം. അങ്ങനെ നിങ്ങൾ എത്തുന്നത് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പേജിലാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാ ഇൻഫർമേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ട്രാവൽ ഡോക്യുമെൻറ്റിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് XX എന്നാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഇഷ്യൂയിങ് അതോറിറ്റി വരുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആണ്, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. അതേപോലെ ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ്, അത് തെറ്റാതെ തന്നെ കൊടുക്കുക. എക്സ്പയറി ഡേറ്റും ഇഷ്യൂ ഡേറ്റും മാറിപ്പോകരുത്. കറക്റ്റായിട്ട് റെഫർ ചെയ്തിട്ട് അത് രണ്ടും സബ്മിറ്റ് ചെയ്യുക. ഞാനൊരു റാൻഡം ഡേറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു 2020 കൊടുക്കാം. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. അങ്ങനെ നെക്സ്റ്റ് നിങ്ങൾ എത്തുന്നത് ഐഡൻറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഒരു പേജിലാണ്. അതർ ദാൻ പാസ്പോർട്ട് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ യെസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ ഏതെങ്കിലും ഒരു നാഷണൽ ഐഡൻറ്റി കാർഡിൻ്റെ നമ്പർ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 11111111 എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇഷ്യൂയിങ് അതോറിറ്റി വീണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കൊടുക്കുക. ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും ആപ്ലിക്കബിൾ ആണെങ്കിൽ, ഇപ്പോൾ മാൻഡേറ്ററി ഫീൽഡ് അല്ല, അപ്പോൾ ഇഷ്യൂ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടാവും, അത് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ശേഷം നിങ്ങൾ എത്തുന്നത് നാഷണാലിറ്റി, കൺട്രി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള പേജിലാണ്. ഇപ്പോൾ കൺട്രി ഓഫ് നാഷണാലിറ്റി നിങ്ങൾക്ക് ഇന്ത്യ കൊടുക്കാം. കൺട്രി ഓഫ് ബർത്ത് നിങ്ങൾക്ക് വീണ്ടും ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏതാണ് കൺട്രി എങ്കിൽ അത് കൊടുക്കുക. പ്ലേസ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഏത് സ്ഥലത്താണ് നിങ്ങൾ ജനിച്ചെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേര് കൊടുക്കുക. അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഇവിടെ ഈ ബോക്സസിൽ കംപ്ലീറ്റ് ചെയ്യുക. ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. നെക്സ്റ്റ് യുവർ അതർ നാഷണാലിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയുടെ ഒരു നാഷണാലിറ്റി ഹോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. പിന്നെ വരുന്നത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് ആണ്. നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണോ, അതോ സ്റ്റുഡൻ്റ് ആണോ, അതോ സെൽഫ് എംപ്ലോയിഡ് ആണോ, എന്താണെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംപ്ലോയിഡ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ നിങ്ങളോട് ഇവിടെ എംപ്ലോയർ നെയിം, എംപ്ലോയി അഡ്രസ്, സിറ്റി എവിടെയാണ്, ഓഫീസിൻ്റെ സിറ്റി, അഡ്രസ്സിൽ വരുന്ന ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഓഫീസിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. എംപ്ലോയേഴ്സ് അഡ്രസ്സാണ്, നമ്മുടെ അഡ്രസ്സല്ല. ഇതും എംപ്ലോയേഴ്സ് നെയിമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഗൂഗിളിലാണെങ്കിൽ ഗൂഗിളിൻ്റെ അഡ്രസ്സും കാര്യങ്ങളുമാണ്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ശേഷം നിങ്ങൾക്ക് എംപ്ലോയേഴ്സ് ടെലിഫോൺ നമ്പർ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എന്നാണോ ഈ എംപ്ലോയറിൽ ജോയിൻ ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അല്ല നിങ്ങളിപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സേവ് ആൻഡ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുക, ഹൗ മച്ച് ഡു യു ഏൺ ഫ്രം ദിസ് ജോബ് എ ഇയർ എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. ഓരോ സെൽഫ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. നിങ്ങൾ അത് റെഗുലർ അഡീഷണൽ ഇൻകം ഉണ്ടോ, അത് സേവിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഇൻകം ആൻഡ് സേവിങ്സ് ഡീറ്റെയിൽസിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് റെഗുലറായിട്ട് എന്തെങ്കിലും അഡീഷണൽ ഇൻകം ഉണ്ടോ അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നമുക്ക് അക്കൗണ്ടിൽ പൈസയോ FDയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങനെ എത്ര പൈസയാണ് ഉള്ളത്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് GBPയിലാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 5 lakhs റുപ്പീസാണ് ഉള്ളതെങ്കിൽ നിങ്ങളതിനെ GBPയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓൺലൈനിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. GBP to INR എന്നുള്ള കൺവേർഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പോൾ 1 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങളിൽ ഉണ്ടാവുക 990 അല്ലെങ്കിൽ 950 GBP ഒക്കെ ആയിരിക്കും. അതനുസരിച്ചിട്ട് ഇവിടെ കൊടുക്കുക. 7 കണ്ടിന്യൂ അടിച്ചു. അബൌട്ട് ദ കോസ്റ്റ് ഓഫ് യുവർ വിസിറ്റ്. സോ ഈ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര മണിയാണ് ഇവിടെ പേഴ്സണലി സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് UK വരുമ്പോൾ എന്നുള്ളത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് GBPയിലോ INRയിലോ കൊടുക്കാം. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങളൊരു 2 lakhന് താഴെയുള്ള പൈസ ഒന്നും കാണിക്കരുത്. ഇറ്റ് ഈസ് വെരി ലെസ്. നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നിങ്ങൾ ഒരു 5 lakh ഒക്കെ ഇവിടെ കാണിക്കാം. ഓക്കെ, നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു മിനിമം ഒരു 3 lakh എങ്കിലും പെർ പേഴ്സൺ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോൾ 15 ഡേയ്സിനാണ് വരണമെങ്കിൽ 3 lakh, അല്ല നിങ്ങളിപ്പോൾ 1 monthനാണ് വരണമെങ്കിൽ ഇവിടെ ഒരു 5 lakh, നിങ്ങൾ 2 months ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 lakh അങ്ങനെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുന്നു. അബൌട്ട് യുവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ. വാട്ട് ഈസ് യുവർ ടോട്ടൽ എമൗണ്ട് ഓഫ് മണി യു സ്പെൻഡ് ഈച്ച് മന്ത്. ഇതൊരു ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ലിവിങ് കോസ്റ്റും ഇതൊക്കെ വെച്ചിട്ട് എത്ര പൈസയാണ് നിങ്ങൾ ഒരു മാസം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു 75,000 അല്ലെങ്കിൽ ഒരു 1 lakh ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക. ഈവൻ എന്തോ നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളൊരു 1 lakh ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പേയിങ് ഫോർ യുവർ വിസിറ്റ്. നിങ്ങൾ വേറെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കോസ്റ്റ് ഓഫ് വിസിറ്റിന് എന്നുള്ള ചോദ്യമാണിത്. അപ്പോൾ നിങ്ങളിവിടെ യൂഷ്വലി നോ കൊടുത്താൽ മതി, കാരണം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൈസ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അടിക്കാം. യു പ്ലാൻ ടു ട്രാവൽ ഇൻഫർമേഷൻ. ഡേറ്റ് യു പ്ലാൻ ടു അറൈവ് ഇൻ UK. നിങ്ങൾ എന്നാണ് UK അറൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു റാൻഡം ഡേറ്റ് ആണ്. അതായത് നിങ്ങൾ ഇപ്പോൾ നെക്സ്റ്റ് മന്താണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മാസത്തിലെ ഏതെങ്കിലും ഒരു ബിഗിനിങ് ഡേറ്റ് കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ ഡേറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ വിസ പ്രോസസ്സ് ചെയ്യുക. ഇതിപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 10th of January 2025 ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് വിസ വരുന്നത് ഈ ഡേറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ ഡേറ്റ് ഓഫ് പ്ലാൻ ടു ലീവ് ദ UK. ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്നാണ് തിരിച്ച് നാട്ടിലേക്ക് ടിക്കറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്നാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള ഒരു ബേസിക് ഐഡിയ ആണിത്. അപ്പോൾ 10th of February 2025 എന്ന് കൊടുത്താൽ നല്ലതായിരിക്കും. ഒരു 1 month അല്ലെങ്കിൽ 2 month ഗ്യാപ്പ്. ബട്ട് ഈ ഡേറ്റ് അനുസരിച്ചിട്ടല്ല വിസ വരിക. വിസ എന്തായാലും 6 months തന്നെ വരും. നിങ്ങളിവിടെ 2 കൊടുത്താലും 3 കൊടുത്താലും ഒക്കെ നിങ്ങൾക്ക് വിസ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് വെച്ച് 6 months വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ ഡേറ്റ് ജസ്റ്റ് ഒരു ഡേറ്റ് മാത്രം കൊടുത്തു വയ്ക്കാം. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. ഇനി വി മേ ഹാവ് ടു ടോക്ക് ടു യു അബൌട്ട് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓക്കെ ആണോ ഇംഗ്ലീഷിന് എന്ന് ചോദിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് മലയാളം മാത്രം അറിയുമെങ്കിൽ നിങ്ങൾക്ക് വിച്ച് പ്രിഫേർഡ് ലാംഗ്വേജ് ടു യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇംഗ്ലീഷ് അറിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. നെക്സ്റ്റ് വരുന്നത് മെയിൻ റീസൺ ഫോർ യുവർ വിസിറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൽ ടൂറിസം എന്ന് ചൂസ് ചെയ്യാം. ബാക്കി ബിസിനസ് കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ. പക്ഷേ ടൂറിസമാണ് ഏറ്റവും ഈസി ടു ഗെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ടൂറിസം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുന്നു. മെയിൻ റീസൺ ഫോർ യുവർ ഹോളിഡേ വിസിറ്റ്. അപ്പോൾ നോർമലി ഇപ്പോൾ ടൂറിസ്റ്റ് ആയിട്ടാണോ അതോ ഇവിടെ ഫാമിലി വല്ലതും ഉണ്ടോ, അങ്ങനെ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനാണോ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രണ്ട് UK ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ തന്നെ ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. Then here you can give the purpose of your visit, anything else you plan to do on your trip. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ ട്രിപ്പിൽ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രണ്ടിനെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഐ വാണ്ട് ടു സ്പെൻഡ് സം ടൈം വിത്ത് മൈ ഫ്രണ്ട് ഫോർ എ വീക്ക്. ദെൻ ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദ അതർ പ്ലേസസ് ഓഫ് UK ലൈക്ക് ലണ്ടൻ. ഐ വാണ്ട് ടു എക്സ്പ്ലോർ ദ ഫുഡ് ആൻഡ് ദ കൾച്ചർ. അങ്ങനത്തെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എഴുതാം. 500 charactersൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ ഒരു ഇൻട്രോ എഴുതുക. എന്തൊക്കെയാണ് UK ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതുക. നെക്സ്റ്റ് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്ന യുവർ കറൻറ്റ് പാർട്ട്ണർ എന്ന് പറയുന്ന ഒരു പേജിലാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ മാരീഡ് ആണ് എന്ന് കൊടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ ഇവിടെ അവരുടെ പേരും ഫാമിലി നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൺട്രി ഓഫ് നാഷണാലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. നെക്സ്റ്റ് പീപ്പിൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡൻറ്റ് ഓൺ യു എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ നോക്കുന്നുണ്ടോ, അവർക്ക് നിങ്ങൾ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചിൽഡ്രൻ നിങ്ങൾ ഓൾറെഡി ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്, അവർ 2 18 താഴെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നെക്സ്റ്റ് പേജിൽ വരും. ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക, എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. ഗിവ് ദ ഡീറ്റെയിൽസ് അബൌട്ട് യുവർ ഫസ്റ്റ് പാരൻറ്റ്.
ഇത് നിങ്ങളുടെ മദറും ഫാദറും ഒക്കെയാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് യുവർ പേഴ്സൺസ് റിലേഷൻഷിപ്പ് ടു യു. അപ്പോൾ മദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ്, നെയിം, ഫാമിലി നെയിം, ഇതൊക്കെ അവർക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ പാസ്പോർട്ട് നെയിംസിന് പാസ്പോർട്ട് നെയിംസ് പോലെ തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി ഓഫ് നാഷണാലിറ്റി, കാര്യങ്ങളൊക്കെ. ശേഷം ഹാവ് ദേ ആൾവേസ് ഹാഡ് ദ സെയിം നാഷണാലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ യെസ് എന്നുള്ള കൊടുക്കുക, അവർ വേറെ നാഷണാലിറ്റി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ. എന്നിട്ട് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ശേഷം നിങ്ങളുടെ ഫാദറിൻ്റെ ഡീറ്റെയിൽസ് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഫാമിലി ഹു ലിവ് ഇൻ ദ UK എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയോ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും ഇമ്മീഡിയറ്റ് ഫാമിലി, അതായത് ഇപ്പോൾ സ്പൗസ് അല്ലെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ ചിൽഡ്രൻ, ബ്രദേഴ്സ്, അങ്ങനെ ആരെങ്കിലും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും റിലേറ്റീവ്സ് നിങ്ങളുടെ UK താമസിക്കുന്നുണ്ടെങ്കിൽ യെസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അവരങ്ങനെ ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ യെസ് ആണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇപ്പോൾ റിലേറ്റീവ്സ് ആരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. അവർ ഏത് വിസയിലാണ് ഇവിടെ നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. അതിനുശേഷം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. ട്രാവലിംഗ് ആസ് പാർട്ട് ഓഫ് അൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്, നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഫാമിലിയുടെ കൂടെ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നോ തന്നെ കൊടുത്താൽ മതി. ഇത് ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്പോർട്സ് കമ്പനിയുടെയോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡോ അല്ലെങ്കിൽ സ്റ്റഡി ഗ്രൂപ്പോ അങ്ങനെയൊക്കെ വരികയാണെന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നോ തന്നെ കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. ട്രാവലിംഗ് വിത്ത് അനദർ പേഴ്സൺ, വിൽ യു ബി ട്രാവലിംഗ് ടു ദ UK വിത്ത് സമ്മൺ ഹു ഈസ് നോട്ട് യുവർ പാർട്ട്ണർ, സ്പൗസ് ഓർ ഡിപ്പെൻഡൻറ്റ്, അതായത് നിങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റോ കാര്യങ്ങളോ ഒന്നും അല്ലാത്തൊരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇതുള്ളത്. അപ്പോൾ ഇത് യൂഷ്വലി നോ തന്നെ കൊടുക്കാം. അല്ല നിങ്ങളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ അതൊന്നും നിങ്ങളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, നോ തന്നെ കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ചെയ്യുക. അക്കോമഡേഷൻ ഇൻ ദ UK, സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡു യു ഹാവ് എൻ അഡ്രസ് ഫോർ വെർ യു ആർ ഗോയിങ് ടു സ്റ്റേ ഇൻ ദ UK. അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ പോലും നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ പോലെ യെസ് എന്ന് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ പോയാൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നൊരു ഐഡിയ ഇല്ല എന്നാണ് നോ കൊടുക്കുമ്പോൾ ഉള്ള അർത്ഥം. അപ്പോൾ നിങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല നിങ്ങൾ ഈ ട്രാവലിന് എന്നുള്ള ഒരു ഹിഡൻ ആൻസറാണ് അവർക്ക് കിട്ടുക. അപ്പോൾ യെസ് എന്ന് കൊടുത്തതിന് ശേഷം അവർ നിങ്ങളോട് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ ഈ അഡ്രസ്സ് കൊടുക്കാൻ ഉള്ള ഓപ്ഷൻ, നിങ്ങൾക്ക് അഡ്രസ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രീ ബുക്ക് ചെയ്യുക. ഒരു ഹോട്ടലോ കാര്യങ്ങളോ നിങ്ങൾ ഫ്രീ ക്യാൻസലേഷൻ ഉള്ളതെങ്കിലും ബുക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഫ്രീ ക്യാൻസലേഷൻ ഉള്ളത് ബുക്ക് ചെയ്ത് അഡ്രസ്സ് നിങ്ങളിവിടെ കൊടുക്കേണ്ടതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ റിലേറ്റീവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടോ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഡ്രസ്സ് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അവരുടെ അഡ്രസ്സ്, കാര്യങ്ങൾ, UK പോസ്റ്റ് കോഡ്, പിന്നെ ഏത് ഡേറ്റിലാണ് നിങ്ങൾ അറൈവ് ചെയ്യുന്നത്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ ലീവ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ വിസ തിരിച്ചു പോകുന്ന ഒരു ഡേറ്റ് നേരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡേറ്റിന് അടുത്ത് തന്നെയുള്ളൊരു ഡേറ്റ്, ലീവ് ചെയ്യുന്ന ഡേറ്റ് കാണിക്കുക. അപ്പോൾ നിങ്ങളുടെ മൊത്തം സ്റ്റേ എവിടെയാണെന്ന് ഇവർക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതങ്ങനെ പ്രോപ്പറായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. Accommodation plans in the UK. Where do you plan to stay in the UK? Give as much as details possible where you intend to stay. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, അപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്, അതിനുശേഷം നിങ്ങളൊരു ട്രാവൽ ചെയ്യുന്നുണ്ട് ലണ്ടനിലേക്ക്, അതിനുശേഷം നിങ്ങൾ വേറൊരു സ്കോട്ട്ലാൻഡിലെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീ ക്യാൻസലേഷനുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതാം. എന്നിട്ട് നിങ്ങൾ ഒരു ട്രാവലറാണ് അല്ലെങ്കിൽ അങ്ങനെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അക്കോമഡേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യാം. ഈ UK ട്രാവൽ ഹിസ്റ്ററി എന്നുള്ള ഒരു പേജിലേക്കാണ് നിങ്ങൾ പിന്നെ എത്തുക. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും UK ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് UK വിസ എടുത്ത് വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നോ എന്ന് കൊടുക്കുക. അല്ല നിങ്ങൾ മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുന്നത്തെ യെസ് എന്ന് കൊടുത്തതിന് ശേഷം എത്ര തവണ UK മുമ്പ് ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പ്രോപ്പറായിട്ട് കൊടുക്കുക. നെക്സ്റ്റ് പേജ് എന്ന് പറയുന്നത് ട്രാവൽ ടു ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കൺട്രികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ എവിടേക്കെങ്കിലും നിങ്ങൾ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. ദീസ് ആർ ഗുഡ് എന്ന് പറയാൻ കാരണം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ വിസ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കും, നിങ്ങളുടെ വിസ റിക്വസ്റ്റ് കുറച്ചും സ്ട്രെങ്തൻ ആക്കും നിങ്ങൾക്ക് പ്രീവിയസ് ട്രാവൽ ഹിസ്റ്ററീസും കാര്യങ്ങളുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യെസ് യു ക്യാൻ ഓഫ് കോഴ്സ് ഗിവ് ഹിയർ 2 to 5 times or 0 or 1. സോ ഫോർ നൗ ഐ എം ഗിവിങ് 0. വേൾഡ് ട്രാവൽ ഹിസ്റ്ററി. ഇപ്പോൾ ലാസ്റ്റ് 10 വർഷത്തിൽ നിങ്ങൾ ഏതെങ്കിലും വേറെ രാജ്യങ്ങളിലേക്ക്, എക്സ്ക്ലൂഡിങ് നേരത്തെ പറഞ്ഞ UK, USA, കാനഡ, ഓസ്ട്രേലിയ, അതല്ലാതെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ നിങ്ങളിപ്പോൾ ഒരു തായ്ലാൻഡ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു മലേഷ്യൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യണം. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കും. ടൂറിസത്തിനാണെങ്കിൽ അങ്ങനെ എന്നാണ് പോയത്, ഏത് രാജ്യത്ത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ എന്തിനാണ് പോയത്, ടൂറിസമാണോ വർക്കാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഈവൻ ട്രാൻസിറ്റ് ചെയ്ത കൺട്രിയുടെ ഡീറ്റെയിൽസ് വരെ ഇവിടെ കൊടുക്കാൻ പറ്റും. എൻറ്റർ ചെയ്ത ഡേറ്റും എക്സിറ്റ് ചെയ്ത ഡേറ്റും കൊടുത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഫോർ ടൈം ബീങ് ഐ എം ഗിവിങ് നോ.
ദെൻ യു ഹാവ് എൻ ഇമിഗ്രേഷൻ ഹിസ്റ്ററി ഉണ്ടോയെന്ന്. അത് ആക്ച്വലി ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ വിസ റിജക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റെഫ്യൂസ് ചെയ്തിട്ടുണ്ടോ, എൻട്രി ഓർ എക്സിറ്റ് നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ബ്രീച്ച് ഓഫ് UK ഇമിഗ്രേഷൻ ലോ. യു ഹാവ് എനി ടൈം യു ഹാവ് എൻറ്റർ ടു UK ഇല്ലീഗലി, എപ്പോഴെങ്കിലും നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, നോർമലി നോ ആണ് വരിക. അപ്പോൾ നമ്മൾ നോ കൊടുത്തു, സേവൻ കണ്ടിന്യൂ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും കൺവിക്ഷൻസ് ഓർ അതർ പെനാൽറ്റീസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ, വല്ല ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ, എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്തെങ്കിലും വാണിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ, സിവിൽ പെനാൽറ്റി ഇഷ്യൂഡ് ഉണ്ടോ അണ്ടർ ദ UK ഇമിഗ്രേഷൻ ലോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. ഇത് UK മാത്രമല്ല, പുറത്തുള്ള ഏതെങ്കിലും കൺട്രിയിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും നിങ്ങൾക്ക് ഇങ്ങനെ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അനുസരിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം നോ ഐ ഹാവ് നെവർ ഹാഡ് എനി ഓഫ് ദീസ് ഇഷ്യൂസ് എന്നുള്ളതാണ് കൊടുക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും വാർ ക്രൈംസിൽ ഇൻവോൾവ്ഡ് ആണോ, എയ്തർ ഇൻ എ പീസ് വാർ ഓർ സംതിങ്, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്രൈംസിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ എം ഗിവിംഗ് നോ, ഐ ഹാവ് ഓൾ ദ ഇൻഫർമേഷൻ ഓഫ് ദ വാർ ക്രൈംസ്. ദെൻ സേവ് ആൻഡ് കണ്ടിന്യൂ. നിങ്ങൾ ഏതെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻസ് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഐ എം ഗിവിംഗ് നോ. ഹാവ് യു എവർ ബീൻ എ മെമ്പർ ഓഫ് ഗിവൻ സപ്പോർട്ട് ടു എൻ ഓർഗനൈസേഷൻ കൺസേൺഡ് ഇൻ ടെററിസം? നോ. വയലൻസ് ഓർ എൻകറേജ് അതർ കമ്മിറ്റ് ടെററിസ്റ്റ് ടു അതർ സീരിയസ് ആക്ട്സ്? അപ്പോൾ അത് നോ കൊടുത്തു. ഐ ഹാവ് റീഡ് ഓൾ ദ ഇൻഫർമേഷൻ. ഹാവ് യു എവർ ബീൻ ഇൻവോൾവ് ഇൻ എൻഗേജ് ഇൻ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യൻ നോ കൊടുത്തു, കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് എക്സ്ട്രീമിസ്റ്റ് ഓർ ഓർഗനൈസേഷൻസ് ആൻഡ് വ്യൂസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു എവർ ബീൻ മെമ്പർ ഓഫ് ഓർ ഗിവൺ സപ്പോർട്ട് ആൻ ഓർഗനൈസേഷൻ വിച്ച് ഹാസ് ബീൻ കൺസേൺഡ് വിത്ത് എൻ എക്സ്ട്രീമിസം? അപ്പോൾ അത് നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. മീൻസ് ഓഫ് മീഡിയം എക്സ്പ്രസ്ഡ് ബൈ എക്സ്ട്രീമിസ്റ്റ് വ്യൂസ്, അതും നോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഹാവ് യു ആസ് പാർട്ട് ഓഫ് യുവർ എംപ്ലോയ്മെൻറ്റ് or otherwise undertaken paid unpaid activity behalf of a non-UK government which you know to be dangerous to the interest and national security of UK? UK ബുദ്ധിമുട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നോ കൊടുക്കുക. കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ക്യാരക്ടറിനെ കുറിച്ച് ചോദിക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായിട്ട് എല്ലാം നോ ആണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്കുള്ള എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ചോദിക്കുന്നത്, നിങ്ങൾ ഇതിൽ ഈ കാണുന്ന ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് വർക്ക്ഡ് ഇൻ എനി ഓഫ് ദ ജോബ്സ്. ഫോർ എക്സാമ്പിൾ ആർമഡ് ഫോഴ്സസിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ ഐ ഹാവ് നോട്ട് വർക്ക്ഡ് എന്നുള്ളത് കൊടുക്കുക, കണ്ടിന്യൂ ചെയ്യാം. അഡീഷണൽ ഇൻഫർമേഷൻ അബൌട്ട് യുവർ ആപ്ലിക്കേഷൻ. ഇഫ് യു നീഡ് ടു ആഡ് എനി മോർ ഇൻഫർമേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഈ ആപ്ലിക്കേഷനിൽ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. സേ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഡീറ്റെയിൽസ്, കവർ ലെറ്ററോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എഴുതാം, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് അടിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ അടിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിട്ടുള്ള ഒരു പേജിലേക്കാണ് എത്തുക. ഇതൊരു ആക്ച്വലി എല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പേജാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പേജ് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക. നിങ്ങൾ കൊടുത്തിട്ടുള്ള ആൻസറുകളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കാം. ഇനിയാണ് പ്രധാനമായിട്ടും നിങ്ങളോട് ചോദിക്കുന്ന മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സും അതർ ഡോക്യുമെൻറ്റ്സും. അപ്പോൾ ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ മാൻഡേറ്ററി, യു മസ്റ്റ് പ്രൊവൈഡ് എന്നുള്ള ഓപ്ഷനിൽ പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ യു ഹാവ് ടു ക്ലിക്ക് ദാറ്റ്. ദെൻ അതർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതിൽ എവിഡൻസ് ഓഫ് ഫണ്ട് അവൈലബിൾ ടു യു വിച്ച് ആർ ക്ലിയർലി ആക്സസിബിൾ ബൈ യു എന്നുള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇൻവിറ്റേഷൻ ലെറ്റർ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറോ അല്ലെങ്കിൽ ഫ്രണ്ടോ UK ഉണ്ടെങ്കിൽ ദെൻ യു ക്യാൻ ക്ലിക്ക് ദിസ് വൺ, ഇറ്റ് വിൽ ഹെൽപ്പ് യു. ശേഷം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാനുണ്ട്. ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയി വിസ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇഫ് യു സ്റ്റേ ഇൻ ദ UK വിത്തൗട്ട് പെർമിഷൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളും എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നമ്മൾ വിസ കാലാവധി കഴിയുന്നതിന് മുമ്പ് തിരിച്ചു വരണം എന്നാണ് ഇവർ പറയുന്നത്. അതിനുശേഷം ഐ കൺഫേം ഐ അണ്ടർസ്റ്റാൻഡ് എന്നുള്ളത് എടുത്ത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഐ ആം ആപ്ലിക്കൻറ്റ് ആൻഡ് ഐ ആം എബോവ് 18 എന്നുള്ളത് തന്നെ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ശേഷം ഈ ഡിക്ലറേഷൻ കണ്ടിന്യൂ ചെയ്യാം. കൺസെൻ്റ് ആണ്, നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യട്ടെ എന്നുള്ളൊരു കൺസെൻ്റ് ആണ്. സോ അഗെയിൻ ഇവർ വീണ്ടും നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ലെങ്ത് ഓഫ് വിസ എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ 6 months എന്നുള്ളത് തന്നെ സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കാം. അപ്പോൾ ഈ പേജിലാണ് നിങ്ങൾ എത്തുക. അപ്പോൾ ഇവിടെയാണ് ചൂസ്, അതായത് നിങ്ങൾ ഓൾറെഡി ചൂസ് ചെയ്തു 6 months വിസ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പൈസ ഇത്രയാണ് നമുക്കിപ്പോൾ INR വരുന്ന എമൗണ്ട് ഈ 6 month വിസയ്ക്ക്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ അടിക്കുക. നെക്സ്റ്റ് പേജ് ബിഫോർ യു കണ്ടിന്യൂ. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാനും ഇപ്പോഴും നിങ്ങൾക്ക് പോസിബിൾ ആണ് എഡിറ്റ് ചെയ്യാൻ ബാക്കിലേക്ക് പോയിട്ട്. പക്ഷേ ഫ്രം ദിസ് പോയിന്റ് ഇഫ് യു കണ്ടിന്യൂ ടു പേ ദാറ്റ് എമൗണ്ട് ദെൻ നിങ്ങൾക്ക് ഇതുവരെ കൊടുത്ത ഒരു ഡീറ്റെയിൽസും ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു പോയി എല്ലാം കൺഫേം ചെയ്തിട്ട് വേണം പേയ്മെൻറ്റിലേക്ക് കടക്കാൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗൺലോഡബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് കിട്ടും, നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കോപ്പി. അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ സെൻറ്ററിലെ ഡേറ്റ് എടുത്ത് നിങ്ങൾക്ക് ബയോമെട്രിക്സ് കൊടുക്കാൻ പോകാൻ കഴിയും.
ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള സംഭവം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹായ്, അപ്പൊ നിങ്ങൾ വിസ ആപ്ലിക്കേഷന്റെ ഫോം ഇപ്പോൾ ഒരുവിധം കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ അത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ്, ആപ്ലിക്കേഷൻ ഫോമിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. ആൻഡ് ആൾസോ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു വിസ ചെക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ മാൻഡറ്ററി സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാവരും കരുതുക. എന്നിട്ട് വേണം നിങ്ങൾ വിസ ഓഫീസിലേക്ക് പോവാൻ. അതെ, അപ്പൊ പറഞ്ഞ പോലെ നമ്മൾ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സിന്റെ കൂടെ ഫോട്ടോഗ്രാഫ്സും നമ്മുടെ പാസ്പോർട്ടും കയ്യിൽ വെക്കുക. ഇതെല്ലാം കൂടെ നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ ഒരു പർട്ടിക്കുലർ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് നമ്മുടെ ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബയോമെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റ്സ്, കണ്ണിന്റെ ഡീറ്റെയിൽസ്, സ്കാനിങ് കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിസ ആപ്ലിക്കേഷൻ സെന്ററിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ, ഒരു ടൈമിൽ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം അവിടെ കറക്റ്റ് സമയത്ത് എത്തുക. എന്നിട്ട് നമ്മുടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അവർ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ചു പോരാം. തിരിച്ചു പോകുന്ന പാസ്പോർട്ട് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. ആൻഡ് പാസ്പോർട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു 14 മാക്സിമം എടുക്കുന്ന ടൈം 20 വർക്കിംഗ് ഡേയ്സ് ആയിരിക്കും മാക്സിമം എടുക്കുക. അതിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് തിരിച്ചു കിട്ടും. സോ ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുക. സോ നിങ്ങൾ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോഴാണ് അറിയുന്നതെന്നുള്ളതുകൊണ്ട് ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ടൂറിസ്റ്റ് വിസയാണ് നേരത്തെ നിങ്ങൾ ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല. വിസ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഫ്ലൈറ്റ് അങ്ങനെ ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു അക്കോമഡേഷൻ, ഞാൻ പറയുകയാണെങ്കിൽ ഫ്രീ ക്യാൻസലേഷൻ എന്നുള്ള ഓപ്ഷനിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ട് അതിന്റെ അഡ്രസ് പ്രൂഫ് ഇതിൽ സപ്പോർട്ടീവ് ഡോക്യുമെന്റ്സിന്റെ കൂടെ വെക്കുന്നതായിരിക്കും നല്ലത്. അതെ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങൾ. പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം നിങ്ങൾ ഫ്ലൈറ്റ് ഡീറ്റെയിൽസ് എടുത്താലും മതി. സോ അത്രയാണുള്ളത്. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫർദർ ഞങ്ങൾ ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചാലും മതി. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൊണ്ട് വരാം. സോ അത്രയേ ഉള്ളൂ. ബൈ.